ഹായ് ഫ്രണ്ട്സ്, പെന്നി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗ്യപരീക്ഷണമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് 100 പെന്നി സ്റ്റോക്കുകളിൽ ചിലപ്പോൾ 1-2 പെന്നി സ്റ്റോക്കുകളായിരിക്കും ഒരു മൾട്ടി ബാഗർ റിട്ടേൺ നൽകുന്നത്. എന്നാൽ ഒരു കാലത്ത് പെന്നി സ്റ്റോക്കുകളായിരുന്ന പല കമ്പനികളും ഇപ്പോൾ നമുക്ക് മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പ് സെഗ്മെൻറ്റിലൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ പെന്നി സ്റ്റോക്കുകളും ഇതേപോലുള്ള ഒരു വിജയം നൽകുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പെന്നി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യൽ ഒരു ലോട്ടറി എടുക്കുന്നത് പോലെ സമാനമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ്. എന്നാൽ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഹൈ നെറ്റ്വർത്ത് ആയിട്ടുള്ള വൻകിട ഇൻവെസ്റ്റേഴ്സൊക്കെ പെന്നി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ പെന്നി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു റിസ്ക്, അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊക്കെ ചെയ്യുന്നത് അവരുടെ മൊത്തം പോർട്ട്ഫോളിയോയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ ഒരു ലിസ്റ്റ് കാണാം, മണി കൺട്രോൾ സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന വൻകിട ഇൻവെസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും അധികം ഹൈ നെറ്റ്വർത്തുള്ള ഒരു ഇൻവെസ്റ്ററാണ് രാധാകൃഷ്ണൻ ധമാനി. അദ്ദേഹത്തിന് ഏകദേശം 1,82,000 കോടിയോളം നെറ്റ്വർത്തുള്ള ഒരു ഇൻവെസ്റ്ററാണ് രാധാകൃഷ്ണൻ ധമാനി. അദ്ദേഹം 1 കോടി രൂപ ഏതെങ്കിലും ഒരു പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മൊത്തം പോർട്ട്ഫോളിയോയുടെ 0.005% മാത്രമാണ്. അപ്പോൾ എത്രമാത്രം ചെറുതാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഈ ലിസ്റ്റിൽ കാണുന്ന ഏറ്റവും അവസാനം കാണുന്ന വ്യക്തി അമൽ പരീഖിൻ്റെ, അദ്ദേഹത്തിൻ്റെ ടോട്ടൽ നെറ്റ്വർത്ത് വെച്ച് 443 കോടിയാണ്. അദ്ദേഹം 1 കോടി രൂപ ഏതെങ്കിലും ഒരു പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് അദ്ദേഹത്തിൻ്റെ മൊത്തം നെറ്റ്വർത്തിൻ്റെ 0.22% മാത്രമാണ്. ഇപ്പോൾ മുകളിൽ പറഞ്ഞ രാധാകൃഷ്ണൻ ധമാനി ഇനി അഥവാ ഒരു 5% അദ്ദേഹം പെന്നി സ്റ്റോക്കുകളിൽ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നെറ്റ്വർത്തിൻ്റെ 5% ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 9,000 കോടി രൂപ അദ്ദേഹത്തിന് വേണമെങ്കിൽ പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞ അമൽ പരീഖ് ആണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ 22 കോടി അദ്ദേഹത്തിന് വേണമെങ്കിൽ പെന്നി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ മൊത്തം പോർട്ട്ഫോളിയോയുടെ നെറ്റ്വർത്ത് എത്രയാണോ അതിൻ്റെ ഒരു 2%, ഇനി അഥവാ നിങ്ങളൊരു ഹൈ റിസ്ക് ടേക്കർ ആണെങ്കിൽ മാക്സിമം ഒരു 5%, അതിൽ കൂടുതൽ ഒരിക്കലും നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് പമ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു അടിസ്ഥാനപരമായി ഇതിനെ റിസ്ക് മാനേജ് ചെയ്യാനുള്ള ഒരു പാഠമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പെന്നി സ്റ്റോക്കുകളെ കുറിച്ചാണ്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും പെന്നി സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ കാണുന്നത് ദിലീപ് കുമാർ ലാഖി എന്ന് പറയുന്ന അദ്ദേഹം ഈ മൈക്രോ ക്യാപ്പ്, നാനോ ക്യാപ്പ് അതേപോലുള്ള പെന്നി സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിന് ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ്. ഇദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് 1,396 കോടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റോക്ക് നമ്മളിവിടെ നോക്കാം, അത് യൂണിടെക് ലിമിറ്റഡാണ്. യൂണിടെക് ലിമിറ്റഡിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 1,753 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷത്തത് -38% ആണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ അത് കാണാനേ ഇല്ല, കാരണം പ്രോഫിറ്റ് അത്രമാത്രം നെഗ്ലിജിബിൾ ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ പ്രൈസ് ഗ്രോത്ത്, പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെടുന്ന ഒരു പ്രൈസ് ഗ്രോത്ത് ഇവിടെ കാണാൻ കഴിയും. കഴിഞ്ഞ ഒരു വർഷം 281% വില വർധനവ്, സ്റ്റോക്ക് പ്രൈസിൽ വർധനവ് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് പെന്നി സ്റ്റോക്ക്. പെന്നി സ്റ്റോക്കിൻ്റെ ഒരു വിചിത്രമായ ഒരു രീതിയാണ് ഇതൊക്കെ. അപ്പോൾ നഷ്ടമുണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിലും അതിൻ്റെ വില വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റോക്ക് ഡിലിജൻറ്റ് മീഡിയ കോർപ്പറേഷൻ ലിമിറ്റഡാണ്. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 89% 3 വർഷത്തെ ഉണ്ട്. അതേപോലെ ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തും കഴിഞ്ഞ 3 വർഷം നോക്കുകയാണെങ്കിൽ 42% ഉണ്ട്. മോശമല്ലാത്ത ഗ്രോത്ത് ഉണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 58 കോടിയുള്ളൊരു വളരെ ചെറിയൊരു നാനോ ക്യാപ്പ് കമ്പനിയാണിത്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 5 രൂപയാണ്. അത് കഴിഞ്ഞ ഒരു വർഷം 42% റിട്ടേൺ നൽകിയിട്ടുണ്ട്.
അടുത്ത സ്റ്റോക്ക് സാബു സോഡിയം ക്ലോറോ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 9%. കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് -14% ആണ്. വർഷത്തിൽ ആണ് 3 വർഷം അതിൻ്റെ CAGR ഗ്രോത്ത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെറും 79 കോടി മാത്രമാണ്. 19 രൂപയാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില. കഴിഞ്ഞ ഒരു വർഷം 12% ഒരു റിട്ടേൺ മാത്രമാണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അടുത്ത സ്റ്റോക്ക് വെൽസ്പൺ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 12%. പ്രോഫിറ്റ് ഗ്രോത്ത് 3 വർഷത്തേത് CAGR ഗ്രോത്ത് 23%. മാർക്കറ്റ് ക്യാപ്പ് 2120 മാർക്കറ്റ് ക്യാപ്പുള്ള കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കമ്പനിയാണ്. ഇതിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ 140% ആണ്. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 40 രൂപയാണ്. അതായത് പെന്നി സ്റ്റോക്കിൽ നിന്നും അത് കയറി വരികയാണ് എന്ന്, അല്ലെങ്കിൽ ടേൺ അറൗണ്ട് ആയിട്ട് വരികയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ അടുത്ത സ്റ്റോക്ക് ആരോ ഗ്രാനൈറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. അതിൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് -3% ആണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 74 കോടി മാത്രമുള്ള ഒരു നാനോ ക്യാപ്പ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 49 രൂപയാണ്. കഴിഞ്ഞ ഒരു വർഷം വെറും 2% റിട്ടേൺ മാത്രമേ ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ 6ാമത്തെ സ്റ്റോക്ക് ആൽമണ്ട്സ് ഗ്ലോബൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഇത് 3 വർഷത്തെ അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 8%. അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 3 വർഷത്തേത് 52%. 90 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ്. ഒരു വർഷത്തെ റിട്ടേൺ വെറും 31%. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 242 കോടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ദിലീപ് കുമാർ ലേഖിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ. ഇനി അടുത്ത നമ്മൾ ഡോളി ഖന്ന എന്ന് പറയുന്ന ഫേമസ് ആയിട്ട് ഇൻവെസ്റ്ററുടെ ഈ പെനി സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതെല്ലാം നോക്കാം. ഡോളി ഖന്നയുടെ ടോട്ടൽ നെറ്റ് വർത്ത് ഇപ്പോൾ 424 കോടിയാണ്. അപ്പോൾ ഇവരുടെ ആദ്യത്തെ സ്റ്റോക്ക് KCP ഷുഗർ ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഈ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ CAGR ഗ്രോത്ത് -10% ആണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ 54% ഉണ്ട്. മാർക്കറ്റ് ക്യാപ്പ് 419 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 36 രൂപയാണ്. 14% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് രാജ്ശ്രീ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. ഇത് ഡോളി ഖന്നയുടെ മറ്റൊരു പെന്നി സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കഴിഞ്ഞ 3 വർഷത്തെ CAGR സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 33%. പ്രോഫിറ്റ് ഗ്രോത്ത് 21%. കുഴപ്പമില്ലാത്ത ഒരു ഗ്രോത്താണ്. മാർക്കറ്റ് ക്യാപ്പ് 179 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. 54 രൂപയാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം ഇതിൻ്റെ റിട്ടേൺസ് വെറും മൈനസാണ്, നെഗറ്റീവിലാണ് നമ്മൾ കാണുന്നത്. 7.14 നെഗറ്റീവായിട്ടാണ് കാണുന്നത്. നമ്മുടെ അടുത്ത ഇൻവെസ്റ്റർ ഫേമസ് ആയിട്ടുള്ള വിജയ് കേഡിയ എന്ന് പറയുന്ന ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വലാണ്. ഇദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് ഇപ്പോൾ 1468 കോടിയുടെ നെറ്റ് വർത്താണ് അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്തായിട്ട് മണി കൺട്രോൾ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത് പട്ടേൽ എൻജിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് കഴിഞ്ഞ 3 വർഷം CAGR ഗ്രോത്ത് 17%. ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 342% ആണ്. ഒരു വമ്പിച്ച ഒരു ഗ്രോത്താണ് നമുക്ക് പ്രോഫിറ്റ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 4793 കോടിയുണ്ട്. അതിൻ്റെ കറണ്ട് പ്രൈസ് 61 രൂപയാണ്. അപ്പോൾ 251% ഒരു ഗ്രോത്താണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. വമ്പിച്ചൊരു നേട്ടമാണ് ഇത് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ നമ്മളൊരു പെന്നി സ്റ്റോക്കിൽ ഗണത്തിൽപ്പെടുത്താൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ്. കാരണം ഒരു കാലത്ത് ഇതിൻ്റെ വില വളരെ താഴ്ന്നതായിരുന്നു. ആ സമയത്തായിരിക്കും ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ അടുത്ത ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ ആശിഷ് കച്ചോലയാണ്. ഇദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് 2784 കോടിയാണ്.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് ജ്യോതി സ്ട്രക്ചേഴ്സാണ്. ഇതിൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 141%. പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ 26%. ഇപ്പോൾ കറണ്ട് പ്രൈസ് 19 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ നൽകിയിട്ടുള്ളത് 56%. മാർക്കറ്റ് ക്യാപ്പ് 1221 കോടി രൂപയുണ്ട്. ആശിഷ് കൊച്ചാലിയുടെ അടുത്ത സ്റ്റോക്ക് DU ഡിജിറ്റൽ ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി ഇവിടെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷത്തേത് 6%. പ്രോഫിറ്റ് ഗ്രോത്ത് 3 വർഷത്തേത് 48%. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 395 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണിത്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ആശിഷ് കൊച്ചാലിയുടെ പെന്നി സ്റ്റോക്സ്. അടുത്ത നമ്മൾ മുകുൾ അഗർവാളിൻ്റെ പെന്നി സ്റ്റോക്കുകളെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ മുകുൾ അഗർവാൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇന്ത്യയിലെ ലീഡിങ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 4642 കോടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനമായിട്ട് കാണുന്ന സ്റ്റോക്ക് ഡിഷ് TV ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഡിഷ് TVയുടെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷം -14% പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ 5% മാത്രമാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 19 രൂപയുടെ ആണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷം വെറും 4% റിട്ടേൺ മാത്രമാണ് ഇത് നൽകിയിട്ടുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് 3637 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ് ഡിഷ് TV. അടുത്ത സ്റ്റോക്ക് സുസ്ലോൺ എനർജിയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം വമ്പിച്ച മുന്നേറ്റം നടത്തിയ ഒരു സ്റ്റോക്കാണ് സുസ്ലോൺ. അതിൻ്റെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 26%. പ്രോഫിറ്റ് ഗ്രോത്ത് 27%. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 37 രൂപയാണ്. ഇത് കഴിഞ്ഞ ഒരു വർഷം 246% വമ്പിച്ച റിട്ടേൺ ആണ് ഇത് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. മാർക്കറ്റ് ക്യാപ്പ് 50,163 കോടിയുണ്ട്. ആക്ച്വലി ഇതൊരു പെന്നി സ്റ്റോക്ക് എന്നുള്ള ഗണത്തിൽ നിന്നും മാറി വരുന്ന ഒരു ടേൺ അറൗണ്ട് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അടുത്ത സ്റ്റോക്ക് ഓൾ കാർഗോ ടെർമിനൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിയിൽ മുകുൾ അഗർവാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 3 വർഷത്തെ CAGR ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ കഴിയില്ല. 3 വർഷത്തെ, കാരണം ഇത് ഈ അടുത്ത കാലത്ത് ഓഗസ്റ്റ് മാസം, ഈ 2023 ഓഗസ്റ്റ് മാസം ഒരു ഡീമേജിലൂടെ ആണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1275 കോടി രൂപയാണ്. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 51 രൂപയാണ്. ഇതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 14% ഒരു റിട്ടേൺ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. അടുത്തത് ട്രാക്ഷൻ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ഇതിൽ മുകുൾ അഗർവാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് 3 വർഷത്തെ നോക്കുകയാണെങ്കിൽ 28%. പ്രോഫിറ്റ് ഗ്രോത്ത് 36%. ഈ കറണ്ട് മാർക്കറ്റ് 116 രൂപയാണ്. അതായത് 31% ഒരു ഗ്രോത്താണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്കിൽ, ഈ റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 1192 കോടിയാണ്. ഇതും കുഴപ്പമില്ലാത്തൊരു സ്റ്റോക്കായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അടുത്തത് ISMT ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷത്തെ 25%, പ്രോഫിറ്റ് ഗ്രോത്ത് 33%. മാർക്കറ്റ് ക്യാപ്പ് 2769 കോടിയുള്ള ഒരു കമ്പനിയാണിത്. 92 രൂപയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷം 63% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത സ്റ്റോക്ക് മിഡ്കോൺ കൺസൾട്ടൻസി ആൻഡ് എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി 3 വർഷത്തെ അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 25%. പ്രോഫിറ്റ് ഗ്രോത്ത് 33%. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 91 രൂപയാണ്. കഴിഞ്ഞ ഒരു വർഷം 42% ഒരു റിട്ടേൺ ആണ് ഇത് നൽകിയത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 2769 കോടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 17 സ്റ്റോക്കുകൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തത്. ഇത് ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവരുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്, 5% താഴെ, ഒരുപക്ഷെ 2% താഴെ മാത്രമാണ് അവരിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇത്തരം സ്റ്റോക്കുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ നെറ്റ്വർത്ത് എത്രയാണോ, നമ്മളെ പോർട്ട്ഫോളിയോ നെറ്റ്വർത്ത് മറ്റുള്ള എത്രയുണ്ടോ അതിൻ്റെ ഒരു 2%, അതല്ലെങ്കിൽ ഈ മാക്സിമം പോലെ 5, അതിൽ താഴെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് ആ പണം നഷ്ടപ്പെട്ടാൽ
നമ്മളെ ഒരു കുഴപ്പവുമില്ല, നമുക്ക് ഉറക്കം നഷ്ടപ്പെടില്ല എന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മാത്രമേ പെനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു ലേണിംഗ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.